എല്ലാവർക്കും നമസ്കാരം. ഓണക്കാലം എത്തി. തേങ്ങ ചേർക്കാതെ വറുത്തരച്ച നല്ല ടേസ്റ്റുള്ള സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 6 വെണ്ടയ്ക്ക, 2 തക്കാളി, 2 മുരിങ്ങക്കായ കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ച് മാറ്റി വയ്ക്കണം. വേറെ കഷ്ണങ്ങളൊന്നും ഈ സാമ്പാറിലേക്ക് എടുക്കണില്ല. സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ചധികം വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. പരിപ്പ് നന്നായി വെന്തുടഞ്ഞ് വരണം. കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം. അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കലാണ് അടുത്ത സ്റ്റെപ്പ്. ഒരു ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇതിലേക്ക് 2-3 കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. കായവും നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പരിപ്പ് ചേർക്കാം. ഏതെങ്കിലും ഒരു പരിപ്പ് ചേർത്ത് കൊടുത്താൽ മതി. 4-5 വറ്റൽമുളക് ചേർക്കാം. 1 തണ്ട് കറിവേപ്പില ചേർക്കാം. നല്ലതുപോലെ റോസ്റ്റായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി ചേർത്ത് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ച് നല്ല സ്മെല്ല് വരുന്നത് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് നല്ലതുപോലെ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിത് അരച്ചെടുക്കാം. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് കഷ്ണങ്ങളിട്ട് നന്നായി വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്കയും തക്കാളിയും മുരിങ്ങക്കായും വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. വഴണ്ട് വന്ന പച്ചക്കറിയിലേക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും പരിപ്പും നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്ത് മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിന് ഒരുപാട് കളർ തോന്നാഞ്ഞുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ചതിലേക്ക് താളിച്ചൊഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡിയാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളകാണ് താളിച്ചൊഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വറുത്തരച്ച തേങ്ങയില്ലാത്ത സാമ്പാറാണ്. ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്